ബാക്കിയെല്ലാം സംസാരിക്കാം. ഗുഡ് മോർണിംഗ് അല്ല ആഫ്റ്റർനൂൺ 12 മണിയായി. ഞാൻ രാവിലെ പോലെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നമ്മുടെ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എന്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ആരും ആർട്ടി കാണിക്കരുതിട്ടാ. വെയിറ്റ്, ഞാൻ വിചാരിച്ച് കെച്ചപ്പ് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഒരിഗാനോ സീസണിങ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വെറുതെ ആദ്യം തന്നേക്കാം. എന്തെങ്കിലും അടിക്കുന്നുണ്ടോ? ഓ 1 മിനിറ്റ്. ഓക്കെ, എന്റെ 12 മണിയുടെ ഗൈസ് ലഞ്ച് ടൈമിനുള്ള അലാറം അടിക്കുന്നിട്ടാ. ബട്ട് ഗൈസ് വാട്ട്, ഞാൻ ഇന്ന് രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചിട്ടില്ല. ബട്ട് ഞാൻ കുറച്ച് കോൾഡ് കോഫി കുടിച്ച് ഗൈസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ കുടിക്കൂലെന്ന്, അത് പറയലും ഞാൻ കുടിച്ചോളൂ. ഇതാ ഗൈസ് എന്തോ പ്രശ്നമുണ്ട് കേട്ടാ. ഞാൻ ഇന്ന കാര്യം ചെയ്യില്ല എന്ന് വിചാരിക്കും, അത് ഞാൻ ചെയ്യും. എന്തിനാണ് ചെയ്യുന്ന ചിന്തിക്കണം, അത് ഞാൻ ചെയ്യില്ല. എന്തോ ഒരു ഡിഫെക്റ്റ് എന്തോ ഉണ്ട്. ഓക്കെ വാട്ട് എവർ. സോ എന്നാ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പാവ് ഭാജിക്ക് വേണ്ടിയുള്ള ബ്രെഡ് ഒന്നുമില്ല. പോരാണ്ട് എനിക്ക് ബ്രെഡ് സ്വയം ഉണ്ടാക്കണം എന്നുള്ള ഒരു പ്രാന്ത് കയറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ മേടിച്ചുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും നല്ല ഹെൽത്തി എന്നാൽ കുറച്ച് ചീറ്റ് ചെയ്യണമെന്നായിട്ടുള്ളൊരു ഫീല് വരണം. സോ യെസ് ഗൈസ്, അങ്ങനെ എൻ്റെ അടവ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പിസ്സ ഉണ്ടാക്കാം. ഹൈ പ്രോട്ടീൻ. വൈദ്യുതി നിങ്ങൾക്ക് അറിയാമോ, ഇതിനകത്ത് അത്രയും പ്രോട്ടീൻ ഇല്ല, കാരണം എൻ്റെ പനീർ തീർന്നു പോയി. എനിക്ക് ഇനി അത് ഉണ്ടാക്കണം. സോ യെസ്, എല്ലാവർക്കും കെച്ചപ്പും ഒഴിഗാനോ ചില്ലി ഫ്ലേക്സ് സഹിതം കഴിച്ചു. ബോൺ അപ്പറ്റിറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? 1 2 3 3 ഇപ്പൊ കഴിക്കും, ഒരെണ്ണം വൈകുന്നേരം ഡിന്നറിന് വേണ്ടി വരും. കാരണം എന്താണെന്ന് പറയുക, ചൂട് തുടങ്ങിയ പിന്നെ എനിക്ക് കൂടുതൽ ഫുഡ് കഴിക്കാൻ തോന്നില്ല. ഇങ്ങനെ കുറെ മോര് കുടിക്കണം, വെള്ളം കുടിക്കണം, കോക്കനട്ട് വാട്ടർ കുടിക്കണം, അങ്ങനെയൊക്കെ തോന്നുന്നുള്ളൂ. ആൻഡ് നിങ്ങൾക്കിപ്പോൾ 2 സാധനം കാണാൻ പറ്റുന്നുണ്ടോ ഇത് അവിടെ കാണണ്ടോ? അവിടെ മുകളിൽ ആയിട്ട് നിങ്ങളുടെ സോ അത് നമ്മുടെ അന്ന് പൊട്ടിയ കണ്ണാടി ഓർമ്മയുണ്ടോ? യെസ്, അത് അവിടെ ഇരിക്കും. ഇതുവരെ ഞാൻ അതിനെ കളഞ്ഞിട്ടില്ല. എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ചോദിക്കാം, നമ്മുടെ സൊസൈറ്റി ഹെൽപ്പേഴ്സ് ഇല്ല, അവരോടൊന്ന് ചോദിക്കാൻ. എന്തിനാണ് പുതിയത് വന്നിട്ടുണ്ട്, ഞാൻ അന്ന് തന്നെ കോൾ ചെയ്തിരുന്നു. സോ താങ്ക്ഫുള്ളി പുതിയത് എത്തിയിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ ഇന്നലെ തുറന്നു നോക്കി. അതിൻ്റെ സാരി അറിയിച്ചത് ഞാൻ തുറന്ന് നോക്കിയിട്ട, കാരണം അപ്പം തന്നെ നോക്കിയിട്ട് നമുക്ക് പറയണമല്ലോ. കാരണം കഴിഞ്ഞ തവണ അതിനകത്ത് ഫ്രജൈൽ ഐറ്റം ആണെന്നുള്ളത് മെൻഷൻ അല്ലായിരുന്നു, ഇതിനകത്തും അല്ലായിരുന്നു. പോരാണ്ട് കഴിച്ചതിനകത്ത് കുറെ ഇങ്ങനെ ആരാണ്ടൊക്കെ ഇങ്ങനെ നടന്നിട്ടുള്ള ഷൂവിൻ്റെ കുറെ ഇങ്ങനെ പ്രിന്റ്. അപ്പൊ തുറക്കണതിന് മുമ്പ് ഞാൻ ഒക്കെ ഫോട്ടോസും എല്ലാ എവിഡൻസും ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ടാണ് ഞാൻ തുറക്കണതിന്റെ വീഡിയോ എടുത്തത്. സോ ദാറ്റ് ഞാനാണ് എന്തെങ്കിലും ഒപ്പിച്ചെന്നുള്ളത് പറയരുത്. തുറന്ന് നോക്കിയിട്ട് തോന്നുന്നുണ്ട് പൊട്ടിയിട്ടില്ലാന്ന്. സോ ഞാൻ വിചാരിക്കുന്നുണ്ട് അർബൻ കമ്പനി വീണ്ടും അവരെ സ്വൈര്യം കിടത്താം. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ 2 കാർപ്പറ്റ് ഇല്ലേ, റഗ് ഷാഗി റഗ്, നമ്മൾ മടക്കി എടുത്ത് വെച്ചില്ലായിരുന്ന ബാൽക്കണിയിൽ. യെസ്, ഇന്ന് നമുക്ക് അതിനെയും അർബൻ കമ്പനിയുടെ അവരെ വിളിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ എന്തായാലും കണ്ണാടി തൂക്കണതും ആൻഡ് റഗിൻ്റെയും വേറെ വേറെ ആൾക്കാരാണ് വരിക. സോ ഞാൻ വിചാരിക്കുക പല സ്ലോട്ട് നമുക്ക് എന്തായാലും സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിക്കുക ആദ്യം നമുക്ക് കണ്ണാടി വപ്പിക്കാം. സോ ദാറ്റ് അതിങ്ങനെ ഗിറന്നൊക്കെ ആയിട്ട് എൻ്റെ ഒക്കെ പൊടി വീഴൂലേ. സോ എന്തായിരുന്നു, പൊടി വീഴൂല, പതൊക്കെ ക്ലീൻ ആക്കണം. എന്നിട്ട് റഗ് ക്ലീൻ ആക്കണ ആള് വന്നോട്ടെ. ഇസ് ദാറ്റ് മേക്കിംഗ് എനി സെൻസ്? യെസ്, മേക്കിംഗ് സെൻസ്. ഈ ചീസ് പുള്ളാവണില്ല കഴിക്കുന്നു, കാരണം ഇത് ഉണ്ടാക്കിയാൽ വെച്ചിട്ട് ചേച്ചിയായിട്ട് സൊല്ലായിരുന്നു. ഗോസിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും, ഗോസിപ്പല്ല, ഞാനിപ്പോൾ ഗോസിപ്പൊക്കെ അത്യാവശ്യം കുറച്ചു കഴിച്ചു. യുനോ എൻ്റെ ഇന്നർ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്. സോ അപ്പോഴത്തേക്കും ചീസ് അതിനിങ്ങനെ സെറ്റായി ഉണക്കി. ചൂടുണ്ട്, ഈ ഒരു സാധനം മഞ്ഞില്ല, മനസ്സിലായല്ലോ. സോ യെസ്, ആൻഡ് ഗെസ് വാട്ട്, ഇന്ന് എൻ്റെ അടുത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇല്ല ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട്. ഞാൻ ഓൾറെഡി കോൾഡ് കോഫി കുടിച്ചു രാവിലെ. കോൾഡ് കോഫി തരമാവുന്നുണ്ട് ഗൈസ്, ബട്ട് എനിക്ക് അത് വെച്ചിട്ട് ഫുൾ ഡേ നല്ല എനർജിയും കിട്ടുന്നുണ്ട്. അതാണ് സംഭവം. നിങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് പിസ്സ ഞാൻ പറഞ്ഞിട്ട് അത് വെറുതെ വീഡിയോ നോക്കി കൊതി വിട്ടിട്ട് ഓടിക്കളഞ്ഞ. ഇന്നത്തെ പനീരില്ലാണ്ട് ഇത് ശരിക്കും പ്രോപ്പർ, എന്നാലും പ്രോപ്പർ കടയുടെ എല്ലാ ഫീലും. പക്ഷെ പനീർ ഉണ്ടാകുമ്പോൾ അവർ പനീറുണ്ടെന്ന് ഫീൽ വരാറുണ്ട്. കുറച്ചും കൂടെ നല്ല ഫുള്ളർ ഫീൽ വരും. സാരില്ല എന്തായാലും. ഇപ്പൊ 2 പീസ് മതിയാവും, കാരണം കോൾഡ് കോഫി കുടിച്ചോണ്ട് എനിക്ക് വിശപ്പ് വന്നില്ല കൂടുതൽ. അങ്ങനെ വിശപ്പ് കെട്ടുപോയി. ഞാനിപ്പോൾ ഇത് മാത്രമേ നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് വീണ്ടും വിശക്കുമ്പോൾ ഇത് തിന്നും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വിശക്കുമ്പോൾ വീണ്ടും അത് തിന്നും, പിന്നെ രാത്രി വിശക്കുമ്പോൾ. വാട്ട് ആൻ ഐഡിയ.
ഓക്കെ ഗൈസ്, നമുക്ക് പണി തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ഈ പ്ലേറ്റ് ഇന്ന് നേരത്തെ വന്നത് ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട്. കഴിവ്. സോ യെസ്, പാത്രം എന്തായാലും ഇപ്പം ഞാൻ കഴുകാനും പോകണില്ല. ഞാൻ ഇനി ഡയറക്റ്റ് വൈകുന്നേരം കഴുകുള്ളൂ. അപ്പം നമുക്ക് പിസ്സ എന്തായാലും ഇതിനകത്ത് ആക്കി വയ്ക്കാം. ഓരോ പിസ്സ പീസ് നമുക്ക് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് എങ്ങനെയായിട്ട് കഴിയുന്ന സമയത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞോ. ഓക്കെ, എനിക്ക് കൊതിയുണ്ട് കഴിക്കാൻ, പക്ഷെ വിശപ്പ് കെട്ടു. പക്ഷേ കോൾഡ് കോഫി രാവിലെ വെറും വയറ്റിൽ സാധാരണ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, പക്ഷെ വേഗം കുടിച്ചു. കാരണം വിശക്കണുണ്ടായിരുന്നു. പോരാണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂം ക്ലീൻ ആക്കായിരുന്നു ഗൈസ്. കുറച്ച് യുനോ പ്രൊഡക്ടിവിറ്റി എല്ലാം അവിടെ നിന്ന് സ്റ്റാർട്ട് ആവും. ഓക്കെ, അപ്പോൾ അതിന് കോലം നോക്കിയേ. ഡോണ്ട് വറി, ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനുള്ള ഐറ്റംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്കൊക്കെ ഓർഗനൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, വീട് ഒരു സ്വർഗമാക്കി മാറ്റുന്നതാണ്. യെസ്, അപ്പോൾ ഞാൻ ഇന്ന് കുളിക്കുകയും ചെയ്തത്. സാധാരണ സൺഡേയിൽ സൺഡേ എൻ്റെ ഹെയർ വാഷ് ഡേ ആവാറില്ല, ബട്ട് എനിക്ക് പീരിയഡ്സ് ആയിരുന്നു ഗൈസ്. സോ പീരിയഡ്സിൻ്റെ ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ അങ്ങനെ ഹെയർ വാഷ് ഒന്നും ചെയ്യാറില്ല. കുളിക്കും ഞാനിപ്പോൾ ചൂടായതുകൊണ്ട് കുളിക്കും. ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കും. ഉച്ച സമയത്താവുമ്പോൾ നല്ല ചൂട് തിളച്ച വെള്ളമില്ല, ആ സമയത്ത് കുളിക്കും. കാരണം ബോഡി കൂൾ ഡൗൺ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ക്രാംസ് വരും. അതുകൊണ്ട് ഇത്തവണ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാട്ടോ. ഇന്ന് 4th or 5th ഡേ എങ്ങാണ്ടാണ് എൻ്റെ ഇന്ന്. ബട്ട് ഇത്തവണ എൻ്റെ വേദനയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി. ബട്ട് ഇന്നലെ ഫുൾ ഡേ ഇവിടെ കിടപ്പായിരുന്നു ഗൈസ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഗസ് വാട്ട്, എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ എന്നെ തന്നെ പറ്റിച്ചു. യെസ്, എനിക്ക് വേദന എടുക്കുന്നു, ഐ മീൻ റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് എന്താ പറയുക, പീരിയഡ്സിൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഭയങ്കര ഇഷ്ടം. വി ഡിസേർവ് ദ റെസ്റ്റ്. ഞാൻ എന്തായാലും എടുക്കാറുണ്ട് ഗൈസ്. ഞാൻ ജിമ്മിന് പോകില്ല, ഫുഡൊക്കെ എന്തെങ്കിലും സിമ്പിൾ ബമ്പിളൊക്കെ ഉണ്ടാക്കി കഴിക്കും. ആൻഡ് ഫുൾ ടൈം ഇവിടെ കിടന്നുകൊണ്ട് സീരീസ് എന്തെങ്കിലുമൊക്കെ കണ്ടോണ്ടിരിക്കും. എഡിറ്റിങ്ങും ഞാൻ ഇവിടെ കിടന്നാൽ ചെയ്യണം ഗൈസ്, ഒരു കൂസലില്ലാണ്ട്. യെസ്, നല്ല AC 30-ലിടും, എന്നിട്ട് സുഖമായിട്ട് ഫുൾ ഒച്ച ഇവിടെ കിടന്നുകൊണ്ട് എഡിറ്റിംഗ് ചെയ്യും. ആൻഡ് കുറെ ഇങ്ങനെ കിടന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടും. യെസ്, എനിക്കിങ്ങനെ ഡേ ഡ്രീമിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇന്ന് ഞാൻ മടക്കി വെച്ചിരുന്നു. ഞാൻ എന്ത് പറ്റി, നല്ല കുറ്റിയാണല്ലോ. യെസ് ഗൈസ്, ഇന്ന് ഞാൻ മടക്കി വെച്ചതല്ല. ആക്ച്വലി ഞാൻ ഇന്നലെ പുതച്ചിട്ടില്ല, രാത്രി ചൂടെടുത്തിട്ട്, അതാണ്. ഓക്കെ, ആക്ച്വലി ഞാൻ ഇന്ന് ബെഡ് അത്ര സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് എണീറ്റ പാടി നേച്ചർ കോൾ വന്നു, ഞാൻ ഓതി. അതാണ് ഇന്നത്തെ പഴപ്പാടി. യെസ്, അപ്പൊ നമുക്ക് അർബൻ കമ്പനിയിലെ ബയ്യന്മാരെ വിളിച്ചാലോ? സോ അതൊന്ന് കഴിഞ്ഞ് കിട്ടും. ഇന്ന് അതോടെ അതൊന്ന് തീർന്നു കിട്ടും. പിന്നെ അർബൻ കമ്പനിയുടെ ആവശ്യമില്ലല്ലോ നമുക്ക്. നോ, നമുക്ക് എന്തായാലും അത് ചെയ്യിപ്പിക്കാം. ഓക്കെ ഗൈസ്, സോ ഞാൻ ബുക്ക് ചെയ്തു. അപ്പൊ അവർ കുറച്ച് കഴിഞ്ഞ് വരും കൂട്ടാ. അപ്പൊ ഞാൻ ഒന്ന് നമ്മുടെ ബാത്റൂം സോറി മിററാണ് ഉദ്ദേശിച്ചത്. സോ മിറർ നമുക്ക് ഡ്രില്ല് ചെയ്യിപ്പിക്കണം. പിന്നെ നമ്മുടെ കോമൺ ബാത്റൂമിലില്ലേ, എന്താ പറയുക, ഹാങ് ചെയ്യാനായിട്ടുള്ളതൊന്നുണ്ട്. എൻ്റെ ബാത്റൂമിലില്ല, അത് ഞാൻ മാറ്റി. സ്റ്റിക്ക് ഓണിലായിരുന്നല്ലോ ഇത്രയും കാലം നിന്നിരുന്നത്. സോ ഞാൻ പറിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബട്ട് അതേ ഹാങ്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുണികൾ ഇടുന്നതില്ല. ഞാൻ ഈ ബാത്റൂം, മമ്മിയും പപ്പയുടെ ബാത്റൂം ഇല്ലേ, കോമൺ ബാത്റൂം, അതിനകത്തേക്ക് വച്ചു കൊടുക്കുക. കാരണം മമ്മിയും പപ്പ എപ്പോഴെങ്കിലും വരുമ്പോൾ അവർക്ക് എപ്പോഴും ഒന്നും ഇടാനുണ്ടായിരുന്നില്ല. എൻ്റെ ഡോറുമ കിടപ്പുണ്ട്, ഡോറിൽ ഹാങ്കർ ചെയ്യുന്ന സാധനം. പക്ഷെ അത് അവർക്ക് പോഴാ. മമ്മിക്ക് മമ്മിയുടെ സകല തുണികൾ ഇങ്ങനത്തെ പഴയ ഈറനായിട്ട് ഇങ്ങനെ ഇരിക്കൂല. സോ ഭാരം മുഴുവൻ ഇങ്ങനെ ഹാങ്കറിലേക്ക് കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിക്ക് ഓൺ എന്തായാലും വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് അതും കൂടെ ഡ്രില്ല് ചെയ്യിപ്പിക്കണം. പിന്നെ മിററും ഡ്രില്ല് ചെയ്യിപ്പിക്കണം. അപ്പോൾ മിററും ഈ സംഭവങ്ങളൊക്കെ 1 മണിക്കൂറും കൊണ്ട് തീരും. അത് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ ഞാൻ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നെല്ലാം കാര്യങ്ങൾ അതോടെ കംപ്ലീറ്റ് ആകും. സോ അത് മാത്രമേ കംപ്ലീറ്റ് ഉള്ളൂ. പിന്നെ എൻ്റെ കർമ്മങ്ങൾ കരുക്കുന്നു. സോ ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ചേരം എഡിറ്റിംഗ് ചെയ്യണം എനിക്ക് ഇരുന്നിട്ട്. പിന്നെ കാരണം എനിക്ക് ഇന്നും കൂടെ റെസ്റ്റ് എടുക്കണം ഗൈസ്. ഇന്നെൻ്റെ 4th or 5th ഡേ എങ്ങാണ്ട് വേണം. അപ്പം ഞാൻ എഡിറ്റിംഗ് ചെയ്യും, അതുവരെ ഇരുന്നിട്ട് പിന്നെ കുറച്ച് എനിക്ക് സ്റ്റുഡിയോയിലും കുറച്ച് വൃത്തിയാക്കാനുണ്ട്. എന്നിട്ട് ഞാൻ വിചാരിച്ചു അവർ വർക്കൊക്കെ ചെയ്തിട്ട് പോട്ടെ, എന്നിട്ട് നമുക്കൊന്ന് വൈകുന്നേരം തൂത്തുവാരി ഫുൾ തുടച്ചിടാം, വീട് ഫുൾ ഫ്രഷ് ആകും. സോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പിന്നെ നമുക്ക് ബാക്കി ഈ കിച്ചണിൻ്റെ ഒക്കെ നാളെ മറ്റന്നാളായിട്ടൊക്കെ ചെയ്യട്ടെ. ഇന്ന് എന്തായാലും ഇത്രയും ചെയ്യണമല്ലോ ഞാൻ, ബിക്കോസ് ഓൾറെഡി ഇപ്പോൾ ഉച്ചയായി. എനിക്ക് ഹൈഡ്രേറ്റഡ് ആവാനും ഉണ്ട്. സോ ഞാനൊരു വേഗം കുറച്ച് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് मेरे को क्या लगा, कभी कभार ऐसा होता है ना, घर में दीवार ही थोड़ा टेढ़ा होता है, इसकी वजह से हुआ है. ഓക്കെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം
നാച്ചുറൽ ലൈറ്റിൽ എങ്ങനെയൊക്കെയാണ് വന്നേന്നുള്ളത്. ഓ മൈ ഗോഡ്. ഇത് ഇങ്ങനെ കൈയിൻ്റെ ഒക്കെ മാർക്കടാതെ നമുക്ക് തുടക്കാട്ടാ. ബട്ട് ഓ മൈ ഗോഡ്, ഫൈനലി സോ ഹാപ്പി. എൻ്റെ അടുത്തൊരു ഫുൾ ലെങ്ത് മിറർ വന്നു ഗൈസ്. ഐ എം സോ ഹാപ്പി. അങ്ങനെ വെച്ച് ഞാൻ ടി വിയോട് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ളതായിട്ട് ഈ ഒരു ഫ്രെയിം എടുത്തത്. യെസ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയ കാണുന്നുണ്ട്, അവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് പിന്നെ ചെയ്യാതെ. ഓക്കെ, ബട്ട് ഐ ആം ലവിങ് ഇറ്റ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ലെറ്റ് മീ നോ. ഇനി ഇവിടെ നിന്നും കൊണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഞാൻ ഈ ഒരു ഹാങ്കർ ഇവിടെ ഫൈനലി ഓർമ്മയുണ്ട് നിങ്ങൾക്ക്, നമ്മുടെ ബാത്റൂമിൽ വെച്ചിരുന്ന യെസ്, അത് ഞാൻ ഇവിടെ സ്ക്രൂ ചെയ്യിപ്പിച്ചു. ഈ മതിലും പറ്റില്ല എന്ന് പറഞ്ഞു, ആ മതിലും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വെള്ളത്തിന്റെ കണക്ഷൻ ഉള്ളതല്ലേ, അപ്പൊ അറിഞ്ഞുകൂടല്ലോ അതിന്റെ എങ്ങനെ എന്തായതാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ സാറിൽ ഇവിടെ വെച്ചോ, എന്നാലും കുഴപ്പമില്ല, പോട്ടെ. ദിസ് മമ്മിക്ക് അല്ലെങ്കിൽ പപ്പയ്ക്ക് നല്ലോണം അവർക്ക് ഇനി ഹാങ് ചെയ്യാം, എന്തായാലും മിറർ ചെയ്യിപ്പിക്കണമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതും കൂടെ ചെയ്യിപ്പിച്ചേക്കാവുന്നതായിട്ട്. പിന്നെ നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ ഞാൻ എൻ്റെ ബാക്കിൽ ഈ ഒരു ഫ്രെയിം വപ്പിച്ചു കൂട്ടാ. കാരണം നമ്മളിങ്ങനെ ഓഫീസ് ഓക്കെ ഞാൻ കാണിച്ചില്ല, ഇവിടെ നേരം വർക്കൊക്കെ ചെയ്യാൻ. സോ ആ ഒരു ഓഫീസ് ഫീൽ വരാനായിട്ട് ഞാൻ കൂടുതൽ നേരം ഈ ചെയറിൽ ഇരുന്ന് വർക്ക് ചെയ്യൂല ഗൈസ്. സോ ആ ബീൻ ബാഗ് ഇല്ലേ, അത് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ യുനോ എനിക്ക് ആ ഒരു ഓഫീസ് ഫീൽ വരും. നമ്മൾ ഓരോരുത്തരുടെ ഓഫീസിലൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, അവരുടെ പുറകിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനെ ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇതാണ് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. എൻ്റെ അടുത്ത് ഇത് ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്, 4 കൊല്ലം മുമ്പ് നാട്ടിൽ വെച്ച് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റർ ഇട്ട. ഓ മൈ ഗോഡ്, ഓക്കെ. ഞാൻ എൻ്റെ OTD കാണിക്കുമ്പോഴേ അടക്കള കുറച്ച് വൃത്തിയായിട്ടിരിക്കണല്ലോ, ഞാൻ മറന്നു. നമുക്ക് ഇവിടെ എന്തെങ്കിലും വെച്ച് മറക്കട്ടാ. ഐ എം സോ ഹാപ്പി ഗൈസ്. ഞാൻ മമ്മിയും പാപ്പയും കാണിക്കട്ടാ. മമ്മി ആടുന്നിട്ടില്ല മോളൊപ്പിച്ചേക്കണത്. ഇത് ആക്ച്വലി അവർക്ക് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അവർ ഷോക്കാവുമെന്ന് തോന്നുന്നുണ്ട്. ബട്ട് ഐ എം ജസ്റ്റ് ലവിങ് ഇറ്റ് ഗൈസ്. ഫൈനലി വെക്കത്തിനൊരു സമയം ചെന്ന് പറയണത് ഇതിൻ്റെയാണ്. അത് കാണുന്നുണ്ട് അടുക്കളത് കോലം നമുക്ക് വൃത്തിയാക്കാം. സോ ഹാപ്പി ഗൈസ്, സോ ഹാപ്പി. എനിക്ക് കരയാൻ പറ്റോ, സോ ഹാപ്പി. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഗൈസ്? വേഗം പറ. ആ ചൂടെടുക്കണം, നമുക്ക് ഷാളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഓക്കെ. ഇപ്പൊ സംഭവാമി യുഗേ കിടക്കണതേ നീ കൊണ്ടുവേണ്ട. ഞാൻ അങ്ങനെ ഓ മൈ ഗോഡ് മാറ്റ്. ഓക്കെ, ഇപ്പൊ വരും നമ്മുടെ കാർപ്പറ്റ് ക്ലീൻ ആക്കണ ആളും കൂടെ കേട്ടാ. ഓ ഇന്നത്തെ നാപ്പിൻ്റെ കട്ടപ്പൊക്കെയായി. ഞാൻ തന്നെ തിരഞ്ഞെടുത്ത സമയമാണിത്. സോ യെസ്, അപ്പോൾ 4:15 വരും. അപ്പോൾ നമുക്കൊരു 15 minutes ബ്രേക്ക് ഉണ്ട്. ആൻഡ് ഞാൻ അവിടെ ബുദ്ധിയല്ല കേട്ടോ, ആക്ച്വലി ഞാൻ മാറ്റുക ജസ്റ്റ് വെറുതെ ഇപ്പോൾ വച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു കാര്യം, നമുക്ക് അതന്നെ ചെയ്യാം കേട്ടോ. എനിക്ക് എന്തൊരു ടാനിങ്ങാണ് വന്നേക്കണേ നോക്ക്. ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസമായിട്ട് ബാങ്കിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകണിട്ടായിരുന്നു. സോ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പോകണമായിരുന്നു കേട്ടോ. സോ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടാ പോയത്, പക്ഷേ ഇവിടുത്തെ പോയിരുന്ന വീട്ടിൽ നമ്മൾ രക്ഷപ്പെടില്ല. സോ ഐ ഹാവ് ടു റിമൂവ് ദ ടാൻ ആപ്പ്. സോ ഈ സമയം ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിക്കട്ടെ. ആൻഡ് 2-3 മിനിറ്റ്, ഒരു 15 മിനിറ്റ് AC ഇരിക്കട്ടെ. എനിക്ക് ചൂടെടുക്കണം, എനിക്ക് വല്ല പനി പിടിക്കും ഗൈസ്, കാരണം വേർത്ത് ഒഴുകണുണ്ട്. ആ പാവം ഭയ്യ വന്ന സമയത്ത് ഞാൻ ഫുൾ വീട്ടിൽ ഫാൻ ഇട്ട് വെച്ചേക്കായിരുന്നു. ഞാൻ AC ഇട്ടിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം മാത്രമേ സ്റ്റുഡിയോയിൽ അങ്ങേർക്ക് പണി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുൾ ഈ ചൂടത്തെ പുഴുങ്ങലായിരുന്നു. ഓക്കെ, എന്തിനാണ് വരുന്നത് ഇപ്പോൾ ഒരാൾ? ഓക്കെ, കാർപ്പറ്റ് ക്ലീൻ ആക്കാൻ. നല്ല പെടുവ് തലയ്ക്ക്. 15 മിനിറ്റ് എന്തായാലും എൻ്റെ എഡിറ്റിംഗ് ഒന്നും നടക്കൂല. സോ നമുക്ക് കുറച്ച് നേരം കണ്ടൽമ പോയി കിടന്ന് റെസ്റ്റ് എടുക്കാം. ലെറ്റ്സ് ഡു റെസ്റ്റ്. നിങ്ങൾ എങ്ങനെ എന്നെ സഹിക്കണം? പാവം എൻ്റെ കൈസ്. ഗുഡ് നൈറ്റ്. കാർപ്പറ്റ് ക്ലീൻ ആക്കുമ്പോൾ കാണിച്ചു തരാം. എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഗൈസ്. ഞാൻ ഇങ്ങനെ TV-ലൊക്കെ കണ്ടിട്ടുള്ളൂ കാർപ്പറ്റിന് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ. നമ്മളെ വാക്യൂം ക്ലീനറിൻ്റെ ഇല്ലേ, അതുപോലെ തന്നെ കേട്ടോ ഇതും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വെള്ളം ഒക്കെ ഉണ്ടാവും അതിനകത്ത് വാക്യൂം ക്ലീനറിൽ. എന്നിട്ട് ഇങ്ങനെ ചെയ്യൂലേ, അപ്പോൾ ആ കാർപ്പറ്റിലുള്ള അഴുക്ക് നമ്മൾ തുടച്ചിട്ട് പിഴിയുമ്പോൾ ഉള്ള വെള്ളം ഇങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ സാധനം എന്തോ അതാണ് കൊണ്ടുവരണേന്ന് വിചാരിക്കണു ഞാൻ. പിന്നെ അല്ലാണ്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണതല്ലേ, ഞാൻ നോക്കിയില്ല കേട്ടോ മെത്തേഡ് എങ്ങനെയാണ് എന്താണെന്നുള്ളത്. ആൻഡ് ഓരോ ഊഹവും കാര്യങ്ങളും. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. बहुत गर्मी है यार, बहुत गर्मी. सो
ഇപ്പം ഇനി വരാൻ പോണ ആ ചേട്ടൻ്റെ അവസ്ഥയും കൂടെ ഞാൻ ആലോചിക്കാം. അങ്ങേർക്ക് വേണ്ടിയിട്ടും കുറച്ച് തണുത്ത വെള്ളമൊക്കെ റെഡിയാക്കി വെക്കിട്ടോ. താങ്ക് ഗോഡ് ഞാൻ എപ്പോഴും ഇങ്ങനെ അർബൻ കമ്പനിക്കാർ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഓൾറെഡി അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെക്കി വിട്ടാ. കാരണം ആ സമയത്ത് ചിലപ്പോൾ തണുത്ത വെള്ളമൊക്കെ ഇല്ലെങ്കിൽ പാടല്ലേ, അല്ലെങ്കിൽ തന്നെ എന്തൊരു ചൂടാ. സോ അവർക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ സെറ്റാക്കി ഓൾറെഡി വയ്ക്കുകയും ചെയ്യും. കാരണം ആ നേരത്ത് ഓടണ്ടല്ലോ ഞാൻ തപ്പാനായിട്ട്, അയ്യോ വെള്ളം ഇവിടെ വെള്ളം. സോ ഞാൻ ഓൾറെഡി സെറ്റാക്കി വെക്കും. അപ്പം നമുക്ക് വേഗം ഈ ഗ്ലാസ് കഴുകി വെക്കാം നെക്സ്റ്റ് വരാൻ പോണ ഭയ്യയ്ക്ക് വേണ്ടിയിട്ട്. ഇതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഞാൻ ഇങ്ങനെ ആക്രി പറക്കിക്കൊണ്ടിരിക്കും. ഇതിന്റെ സാരി എവിടെ? സാരി നമ്മുടെ മിഴർ വന്നതിന് കണ്ടാ കണ്ണ് കിട്ടിയത് കണ്ടല്ലോ. ഇതെടുത്ത് മാറ്റി ഇവിടെ ഫുൾ പൊടിയാ ഗൈസ്. നമുക്കിത് ക്ലീൻ ചെയ്യണം. നൂറ് പ്രാവശ്യം ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ ഞാൻ ഇനി ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഫുഡ് തരുള്ളൂ ഗൈസ്. ഇങ്ങനെ മനസ്സിലായ പാവം എൻ്റെ ഗൈസ്. ഇന്ന് ഉച്ചയ്ക്ക് നാപ്പ് കിട്ടിയിട്ടില്ല ഗൈസ്. പോഴാണ്ട് ഞാൻ കോഫിയുടെ കാഫേൻ എഫക്റ്റിലാണ് നിൽക്കണം. സോ നിങ്ങൾക്ക് എന്നെ അനുഭവിച്ചാൽ പറ്റുള്ളൂ. ഇപ്പോഴേ ബാങ്ക്സിൻ്റെ ന്യൂ കോൺഫിഡൻസ് ആ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ എനിക്ക് ഇങ്ങനെ വിചാരിക്കുന്നത് ഇങ്ങനെ ആൾക്കാർ ഇത് വിചാരിക്കും. അങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് പ്രാന്തിൻ്റെ മുഖത്ത് വരല്ലേ പറ്റും. ഇപ്പം എനിക്കിത് മുഖത്ത് വേണം. എനിക്ക് നല്ല ഇഷ്ടമാണ്. മനസ്സിലായ? ഇതിങ്ങനെ വേണം. എനിക്ക് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇഷ്ടം. മുഖമേ കാണരുത്. ആൻഡ് പ്രൈവസി ബെസ്റ്റ് ഫോർ ഇൻട്രോവേർട്സ്. എത്ര മണിയാണ്? ജസ്റ്റ് 5 minutes കൂടി ഉണ്ട് എനിക്ക് നിങ്ങളെ തരാനായിട്ട്. പിന്നെ നമ്മുടെ ഭയ്യ വരുന്നതാണ്. എന്തിനാ വരാൻ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു എന്തിനാണ് വരുന്നതെന്ന്. കാർപ്പറ്റ്സ് ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബൈ ദ ബൈ. സോ ദാറ്റ്സ് 1 by 1 നമ്മളിവിടേക്കിട്ട് പണി കൊടുക്കുന്നതാണ്. ഇന്ന് ഫൈനലി ഞാൻ നിങ്ങളെ കുളിപ്പിക്കും. ഓക്കെ, ഓല തുമ്പത്തിന് നുഴയിലടിച്ചുള്ള പൈങ്കിളി ബാൽക്കുബാലിന്റെ അരത്തേക്ക് പോകാം പാതി. സോ ബിഫോർ ദാറ്റ് നല്ല കുട്ടികളായിട്ട് നമുക്ക് വേഗം അതൊന്ന് തൂത്തുവാഴിയെടുക്കാം. ലെറ്റ്സ് ഗോ. ആൻഡ് നിങ്ങൾക്കറിയാം ഞാൻ പുതിയ ചൂല് മേടിച്ച് കാണിച്ചു തരാം. ഗ്രേ കളർ ഗൈസ് എൻ്റെ കിച്ചണിൻ്റെ എസ്തെറ്റിക്. ആൻഡ് അതിനൊപ്പം തന്നെ ഞാൻ ഗ്രേ കളറിൻ്റെ വാരി മേടിച്ചിട്ടുണ്ട് പുതിയത്. മൈ ഗോഡ്, ലോട്ട്സ് ഓഫ് പൊടി. ഈ പൊടിയില്ല ആക്ച്വലി ചൂലിൽ നിന്ന് തന്നെ ഇങ്ങനെ പൊടിന്ന് വീഴൂല, പുല്ല് പോലത്തെ അതാണ് കേട്ടോ. ഇത് റിയൽ പൊടിയല്ല ആക്ച്വലി. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ആൻഡ് ഇത്തവണ ഞാൻ ഈ വാരി മേടിച്ചപ്പോഴെനിക്ക് ഇങ്ങനെ നമ്മൾ പൊടി കളക്ട് ആക്കി വന്നിട്ട് ചൂലും കൊണ്ട് ഇങ്ങനെ വാരി എടുക്കൂല. നോ, ഇനി അങ്ങനെയല്ല. അതിനിപ്പോൾ നമുക്ക് ബ്രഷ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് ഇങ്ങനെ വാരി എടുക്കും. ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ചൂലിൽ നിന്ന് വെച്ചും കൊണ്ട് എക്സൈറ്റഡ് ആവുന്ന ഒരു നിമിഷം വരുന്നു. ആക്ച്വലി പഴയ ചൂല് അത് കളഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഇങ്ങനെ പല്ലി ചാവേ അങ്ങനെ എന്തെങ്കിലും പാറ്റ ചാവേ അപ്പം അതൊക്കെ തൂക്കാനായിട്ട് ഞാൻ ആ ചൂല് കൊണ്ട് ഇത് കിട്ടിയില്ലേ അതിൻ്റെ കവറിലാക്കി വെച്ചുട്ടാ. ഞാൻ ഇവിടെ ഇനി നിങ്ങൾക്ക് എന്നെ ഹൃദയം കാണാൻ പറ്റും ഗൈസ്. ആൻഡ് പൊടി, ഓ മൈ ഗോഡ്, മൈ അൺമാർക്ക്. ഞാനിന്ന് കുളിച്ചില്ലേ? എങ്ങനെയാണോ ഞാൻ മനസ്സിലാക്കിയത്. ഫുൾ പൊടിയാ ഗൈസ്. എന്തായാലും ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് തൂത്ത് വരേണ്ടി വരും. നമുക്ക് എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ കൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അവിടെ തുറന്നിട്ടുണ്ടല്ലോ. മൈ ഗോഡ്, അത് തുറങ്ങുമ്പോൾ എൻ്റെ ഹാർട്ട് എനിക്ക് അറിയുള്ളൂ. പിന്നെ ഭാഗ്യത്തിന് മിററിൻ്റെ പുറകിൽ ഒളിഞ്ഞു. മിറർ കറക്റ്റായിട്ട് ഫിറ്റായി. അതുകൊണ്ട് ഞാൻ എന്നെ ക്ഷമിച്ചു. പപ്പയും മമ്മിയും കാരണം എൻ്റെ മനസ്സിലേക്ക് ഈ ഡ്രില്ലിങ്ങിൻ്റെ അഗേൻസ്റ്റ് ആയി. ഞാൻ വേറെ പുതിയ സാധനം ആക്ച്വലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആമസോണിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റിക്ക് ഓൺ ഹുക്ക് ഇല്ലേ, അത് ഒട്ടിക്കാം. പിന്നെ എന്തോ ഇങ്ങനെ വരിക്കുമ്പോൾ അത് ഊരിപ്പോരും. അത് ഞാൻ മേടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വേറെ കുറച്ച് കാര്യങ്ങൾക്ക് കിട്ടാം. നെക്കത്തിന് ഡ്രില്ലടിക്കാൻ പറ്റില്ല. നെക്കത്തിനും ആ സ്റ്റിക്ക് ഓൺ ഹുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ റെഗുലർലി യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പം വന്ന ഭയ്യയ്ക്ക് ഞാൻ ടിപ്പ് കൊടുത്തു ഗൈസ്. കാരണം ആക്ച്വലി ഈ ഒരു മിറർ ആ പ്രോഗ്രാമിൻ്റെ അനുസരിച്ചെന്ന് വെച്ചാൽ അർബൻ കമ്പനിയുടെ പ്രോഗ്രാമിലില്ലേ ഓരോന്നോരോന്ന് കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഏത് സർവീസാണ് വേണ്ടതെന്ന്. സോ കഴിഞ്ഞ തവണ വന്ന ഭയ്യയില്ലേ നമ്മുടെ മിറർ പൊട്ടിയ സമയത്ത് അപ്പം അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നത് ബാത്റൂം മിററിലാണ് ഇത് പെടാന്നായിട്ടാ. കാരണം ഞാൻ അതിന് വേണ്ടി കൊടുത്തിരുന്നത് ഡ്രിൽ ആൻഡ് ഹാങ് എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെ മാറ്റിയത് ബാത്റൂം മിററിനാക്കി. അപ്പൊ ഇത്തവണ ഞാൻ വേറെ ഭയ്യാണല്ലോ വന്നത്. അപ്പോൾ ഞാൻ ബാത്റൂം മിററിന് തന്നെ ഇതിന് കൊടുത്തു. പക്ഷെ അങ്ങേര് പറഞ്ഞ് ഇരുന്നൂറ് അത്ര വലുതാ. സോ എന്തോരം പാടുപെട്ട ഇതിപ്പോൾ വച്ചെന്ന് അറിയാമോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ടിപ്പ് 50 rupees കൊടുത്തു. അങ്ങനെ ഒന്നും പറഞ്ഞില്ല, നമ്മുടെ ആഗ്രഹമാണല്ലോ. പാവല്ലേ ഈ പൊരിഞ്ഞ വെയിലത്ത് അവര് ആ സർവീസിന്റെ പൈസ മാത്രമേ നമ്മുടെ ഇന്ന് മേടിക്കുള്ളൂ. ബട്ട് പൊരിഞ്ഞ വെയിലത്ത്
വരുന്നതിൻ്റെ പൈസ എല്ലാം അവർക്ക് കിട്ടണം. इस वाले उसमें वो ठीक था, वो बंद भी था बहुत टाइम, यही चालू था पूरा. के फुल वेल्लम दमे पूरा हम शैम्पू यूज करते हैं, हाँ. निकल रहा है क्या सारा? इसमें से पूरा अभी शैम्पू निकल गया भैया? हाँ सब. अच्छा अच्छा, वही खींच खींच के निकला. हाँ ओके ഓക്കെ ഗായ്സ്, നോക്കിയാൽ നമ്മുടെ ആദ്യമേ കാർപ്പറ്റ് വെരി ക്ലീൻ ആയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. ഇനി യു നോ വാട്ട്സ് ഓവർനൈറ്റ് ബ്യൂട്ടി സ്ലീപ്പിലാണ്. യു ടേക്ക് റെസ്റ്റ്. സംഭവം പൊളിയായല്ലേ. ഈ ഭയ്യക്ക് ഞാൻ ടിപ്പ് കൊടുത്തുവിട്ടെ. എനിക്ക് എന്തോ മറ്റേ ഭയ്യക്ക് കൊടുത്ത് ഈ ഭയ്യക്ക് കൊടുക്കാണ്ട്, അങ്ങനെ ശരിയല്ലേ നമ്മൾ ചെയ്യണത്. വല്ലപ്പോഴല്ലേ വിളിക്കാറുള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ. പാവങ്ങൾ ഈ വെയിലത്ത് പൊരിഞ്ഞ വെയിലത്ത് വന്നല്ലേ, കാണുമ്പോൾ നമുക്ക് വിഷമം. എനിക്കാണെങ്കിൽ ആ ഭയ്യ ഇങ്ങനെ ഗൈസ് സോപ്പ് ഇങ്ങനെ വെള്ളം എടുത്തും കൊണ്ട് ഇങ്ങനെ ഒരു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ കൊണ്ട് കഴുകാൻ പറ്റാണ്ടല്ലേ എല്ലാവരെ കൊണ്ട് പാടൊഴിപ്പിച്ച്. സാരില്ല, അവർക്ക് പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ പൈസ സമ്പാദിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ വിചാരിച്ച് യുനോ. സോ യെസ്, അതാണ് നമ്മുടെ കാർപ്പറ്റ് ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ആ ഭയ്യോട് ഞാൻ പറഞ്ഞ് 2 കൊല്ലമായി മേടിച്ചിട്ട് ഇപ്പോഴാണ് നമ്മൾ വൃത്തിയാക്കണം. 2 അല്ല, ആക്ച്വലി 3 കൊല്ലമായി. ഞാൻ 2 പറഞ്ഞു. ആക്ച്വലി ഞാൻ 1 പറഞ്ഞത്, അങ്ങേരെ അറിഞ്ഞിട്ടില്ല 3 കാര്യം. നമ്മൾ മേടിച്ചിട്ട് ഫസ്റ്റ് ടൈം ആട്ടെ ഇത് ക്ലീൻ ആക്കണം. സോ യെസ്, ഐ എം സോ ഹാപ്പി ഫൈനലി വി ക്യാൻ യൂസ് ഇറ്റ്. ആൻഡ് നമ്മുടെ ഊഞ്ഞാൽ ചെയർ ഇപ്പം അവിടെ വെച്ചേക്കണം, റെസ്റ്റ് എടുക്കുവാണ് ഗൈസ്. ഇനി ഞാനൊന്നും ശമ്പളം, വൈകുന്നേരം 5 മണിയായി. സോ ഇനി എൻ്റെ വൈൻഡ് അപ്പ് ടൈമാണ്. വൈൻഡ് അപ്പ് ടൈം ലൈക്ക് യു കുഡ് സേ വി ഹാവ് ടു ഡു ദ ഡിഷസ്. പാത്രം കഴിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. സോ പാത്രം കഴുകണം. എന്നിട്ട് നമ്മുടെ പശുംബീസ് ആൻഡ് റാണീസ് അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കണം. ബിക്കോസ് നാളെ കാരണം ഉണ്ടാക്കി ഞാൻ വയ്ക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും തണുക്കുമല്ലോ. അപ്പോൾ സുഖമായിട്ട് നമുക്ക് നല്ല യുനോ ഫുഡ് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും. സോ യെസ്, ഐ എം സോ ഹാപ്പി ഗൈസ്. ആൻഡ് ഞാൻ ഇമോഷണലാണ് ടു ബി ഓണസ്റ്റ്. കരയാനൊക്കെ വരുന്നുണ്ട്. കാരണം ഇത്രയും നാൾ കഴിഞ്ഞിട്ട് എനിക്കറിഞ്ഞിട്ട് ഇപ്പം സമയം കിട്ടിയെന്നല്ല, ആക്ച്വലി ഇപ്പോഴാണ് ഒന്ന് ഞാൻ എന്നുവെച്ചാൽ ഞാനിങ്ങനെ വിചാരിച്ചിരിക്കൽ മാത്രമായിരുന്നു, ചെയ്യൂലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ആക്ച്വലി എൻ്റെ പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് ഒക്കെ ഒന്ന് ഞാൻ സ്വയം പുട്ട് ടുഗെദറായിട്ട് കൊണ്ടുപോകാൻ പഠിച്ചേക്കുന്നത്. എന്തൊരു ജേർണി ആയിരുന്നു ഗൈസ് ഇത്. ഐ എം ഹാപ്പി ആൻഡ് ഞാനിപ്പോൾ എന്താണോ എങ്ങനെയാണോ എവിടെയാണോ ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ. വെരി ഹാപ്പി. താങ്ക് യു ഗോഡ്. ഓക്കേ, ഇനി നെക്സ്റ്റ് എന്താ പരിപാടി? ഇനി ഇന്ന് നിങ്ങളെ കാണുക. ഓക്കെ ഗൈസ്, വൈദപ്പോ നിങ്ങൾ അറിയാണ്ട് ഞാൻ 2 പിസ്സ പീസസ് ഇല്ലേ. അയ്യോ, ഓ മൈ ഗോഡ്, ഇപ്പൊ എന്റെ മുഖം ഇതുമ്പോ പ്രിന്റ് അത് ഉണങ്ങി വരുമ്പോഴത്തേക്കും ആൻഡ്ര ഫേസ് അതിൽ യുനോ പ്രിന്റ് ആയിപ്പോലെ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളറിയാണ്ട് ഭയ്യമാരെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ 2 പീസ് കഴിച്ചു. യെസ്, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഒരു 3 മണിയായ സമയത്തിട്ടാ. സോ യെസ്, എനിക്കിതും കഴിക്കണം. ഞാൻ ഇപ്പം കഴിക്കും. ഇപ്പം സമയം എത്ര? 5 മണിയായാലും. ഞാൻ ഇനി ഒരു അരമണിക്കൂർ കിടക്കും ഗൈസ്. മൈ നടു നീഡ് സം റെസ്റ്റ്. സോ യെസ്, ഓ മൈ ഗോഡ്, ഇനി ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും പറയുന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ നിങ്ങളോട്? അപ്പം ഞാനിപ്പം ഇനി ആദ്യം പിസ്സ കഴിക്കും ആൻഡ് ദെൻ ഞാൻ പാത്രം കഴുകും ആൻഡ് ദെൻ ഞാൻ കുൽസാൻ പോകും ആൻഡ് ദെൻ ഞാൻ കുറച്ച് നേരം നാമം ജപിക്കും. പിന്നെ എനിക്ക് ബാക്ക് ടു മൈ ബുക്ക് റീഡിങ് സോണിലോട്ട് വരണം. ഞാൻ ബുക്ക് സത്യം പറഞ്ഞാൽ റീഡ് ചെയ്യണ ഒരാളല്ല ഗൈസ്. എനിക്ക് പക്ഷേ ഒരു കാര്യം അറിയാം, ബുക്ക് റീഡ് ചെയ്യണവർ അവരുടെ ഒരു വേറെ പ്രത്യേക ലൈഫുണ്ട് ഗൈസ്. ഐ മീൻ അവർ നമ്മുടെ ലോകത്തല്ല. സോ ഐ വോണ്ട് ടു ഗോ ടു ദെയർ ലോകം. എന്തോ ഉണ്ടെന്നാണ് പറയണത് ബുക്ക് വായിക്കുമ്പോൾ. പക്ഷേ എനിക്കത് റെഗുലർലി ഇനി വായിക്കണം, യുനോ. അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ ഫുൾ. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഈവനിങ് റൂട്ടീനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യും. പിന്നെ വേറെ കുറച്ചും കൂടെ ഐഡിയാസ് ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ, അതും ഞാൻ ചെയ്യാം.
ഞാൻ കുറച്ച് നാളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കൂടെ റൂട്ടീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു പ്രോപ്പർ സ്വന്തം ചെയ്താലല്ലേ നിങ്ങളെ വല്ലതും കാണിച്ച് നിങ്ങളെയും കൂടെ പ്രോഡക്റ്റ് വീട്ടിലിട്ട് മുക്കി പിഴിഞ്ഞ് ഉണക്കി തിളക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഒരു പ്രശ്നമുണ്ട് ഗൈസ്, അതിന് OCD ആണോ പറയണത് എന്താണെന്നറിയോ. എനിക്കിങ്ങനെ ഫ്രെയിമൊക്കെ ഒരു ഇച്ചിരി പകുതി പോലും ഒരു തരിക്ക് എന്ന് പറയുന്ന മെഷർമെൻ്റ് ഇല്ലേ യെസ്, അത്രയെങ്കിലും ഒന്ന് ചെരിഞ്ഞാൽ അത് ഞാൻ അത് നോട്ടീസ് ചെയ്യും. അതുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് കുടുങ്ങി കിടക്കും. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എപ്പം ഞാൻ ഇതുപോലെ ഫ്രെയിം അല്ലെങ്കിൽ ഇപ്പം മിറർ വെച്ചപ്പോൾ തന്നെ ഒരു പൊട്ടിക്കരുന്ന് അങ്ങേര് പറയാൻ അറിയാൻ കൂടിയില്ല. ആ ബബിൾ മെഷർമെൻ്റ് ഉണ്ടാവില്ലേ, ആ സാധനമൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഈ ചിരിന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു സംഭവം ആയിരുന്നു പ്രശ്നം. പക്ഷെ ഞാൻ പറഞ്ഞു ഭയ്യ പ്ലീസ് മുझे वो बॉदर करेगा मैं वो नहीं सह सकती എന്നൊക്കെ പറഞ്ഞു ഗൈസ്. ഓ മൈ ഗോഡ്, ഞാനിവിടെ ചന്ദ്രൻ പടിഞ്ഞിരിക്കട്ടെ. നമുക്ക് വേറൊരു ആംഗിളും കൂടെ കിട്ടി. ഓ മൈ ഗോഡ്, എൻ്റെ കാലിന് വെളുത്തിട്ടോ. ഓ മൈ ഗോഡ്, ഞാൻ ഒരു കുറച്ച് നേരത്തേക്ക് സ്ലിപ്പർ ഇല്ലാണ്ട് നടന്നിരുന്നു. അതിൻ്റെ കണ്ണ് ആക്ച്വലി കുറേ പൊടിയും മണ്ണും ഉണ്ട് ഗൈസ്. ഒക്കെ പണികളൊക്കെ കഴിഞ്ഞ് ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് തൂത്തരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പ്രാവശ്യം തൂത്തരി തുടച്ചും കൊണ്ട് ഇനി ഞാൻ നിങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നത്. ആം ഐ ഓക്കെ? ഒരാവശ്യം കൊണ്ട് തൂത്താരി തുടച്ചും കൊണ്ട് ഒന്നും നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പപ്പ നമ്മുടെ ഇവിടെ എപ്പോൾ വരുമ്പോഴേ പപ്പ ദിവസവും തുടച്ച് തൂത്തുവാരി തുടക്കി വിട്ട കാരണം അതിൻ്റെ വൃത്തി കാണാനുണ്ട്. അപ്പം മോള് അത് തന്നെ ചെയ്യണ്ടേ. എന്നിട്ട് മോൾ എന്താ ചെയ്യണത്, ഇങ്ങനെ മിറർ വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയല്ലേ. ഇതാണ് മോളുടെ പണി. ആക്ച്വലി ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മുടെ ആ ഊഞ്ഞാല് ചേർന്ന പറ്റിയത്. ഞാനത് അവിടെ കൊണ്ടുപോയി അതിനെ മേടിച്ചു ഞാൻ. പക്ഷെ എനിക്കിപ്പോൾ വയ്ക്കാൻ ഇടവില്ല. മമ്മിയാണ് ഞാൻ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. മൈ ഗോഡ് ഗൈസ്. അപ്പം ശരി, ഞാൻ പണികൾ നോക്കട്ടെ. ഇങ്ങനെ കിണ്ടാലും പറഞ്ഞിരുന്ന എനിക്ക് നടുവ് ഇവിടെ തന്നെ പോയി. ആഫ്റ്റർ 2 days ഓക്കെ ഗൈസ്, സോ ഇതാണ് കേട്ടോ നമ്മുടെ മാറ്റിൻ്റെ അപ്ഡേറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിടന്നിരുന്നില്ലായിരുന്നു പർപ്പിള്. അത് ഞാൻ ആദ്യം ആ ചുമപ്പിൻ്റെ മുകളിലിട്ട്, കാരണം അടിഭാഗം നനഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. മുകളിലത്തെ ഈ പുതു സാധനമില്ലേ അത് ഉണങ്ങിയെങ്കിലും മനസ്സിലായല്ലോ. സോ യെസ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇവർ രണ്ടുപേരും ഇങ്ങനെ മറിച്ചിട്ട്, സോ ദാറ്റ് റെഡിൻ്റെ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഇപ്പം കംപ്ലീറ്റ്ലി എന്തായാലും ഉണങ്ങിക്കുകയാണെങ്കിൽ നമുക്കിതിനെ മടക്കി എടുത്ത് സൂക്ഷിച്ച് പൊടിയിൽ നിന്ന് ദൂരെയാക്കാം. ആക്ച്വലി ഞാൻ വിൻഡോ പോലും തുറന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ 2 ദിവസമായിട്ട്. സോ ദാറ്റ് ഇവർക്ക് ഒട്ടുമേ ഡിസ്റ്റർബൻസ് ആൻഡ് ട്രവർ ടു സോയ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ. ഓ കിतना भारी है यार. कृष्ण जितना दिया सरकार ने मुझको उतनी मेरी औकात नहीं. പതുക്കെ തണുപ്പ് നനവ് ഉണ്ടല്ലോ. 2 ദിവസമായി. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ വേണ്ട. ഇവിടെ മനുഷ്യൻ ഇരുന്നത് നാമം ചൊല്ലാൻ പറ്റണില്ല ഗൈസ്. ഇതിങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാവും? ഇരുന്ന് ഉണങ്ങിക്കോളും. ജോൺ ചോദി കുറച്ച് വിൻഡോ സൈഡിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാം മടക്കിയിട്ട്. അപ്പോൾ ഉണങ്ങിക്കോളും. ഓക്കെ ഗൈസ്, സോ ഇപ്പോഴത്തേക്ക് വേണ്ടി ഞാൻ ഇവിടെ ഉണ്ടോ വെക്കണേ. വിൻഡോയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ലൈറ്റ് കിട്ടി അത് ഉണങ്ങിക്കോളും. ഫൈനലി എനിക്ക് ഇനി സമാധാനമായിട്ടിരുന്ന് നാമം ചൊല്ലാം. ഞാൻ ഇത്ര ദിവസം സോഫയിലിരുന്ന് നാമം ചൊല്ലായിരുന്നു. ആ താഴത്തിരുന്നിട്ട് ഒരു ഫീൽ കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക്. സോ യെസ്, ഇനി ഞാൻ ഫീൽ എടുത്ത് കണ്ട് നാമം ചൊല്ലാം. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ വന്നില്ല ഗൈസ്. എനിക്ക് തോന്നണേ ഈ റോഡ് മേ ബി അതിനകത്ത് വച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഫിറ്റ് ആയിരുന്നു എന്ന് തോന്നണ ചെയ്തിരുന്നേ. ഫിറ്റാക്കിയതിന് ശേഷം അല്ല കയറ്റിയിരുന്നെന്ന് തോന്നുന്നു കേട്ടാ. ഓ മൈ ഗോഡ്, ഞാൻ നിന്നും കൊണ്ട് തന്നെ വൃത്തിയാക്കേണ്ടി വരും. ഞാൻ ഈ ചെയർ വെച്ചിട്ട് എനിക്ക് ഇന്നലെ അല്ലെങ്കിൽ തന്നെ എൻ്റെ ബാക്ക് ആൻഡ് ബൈസ് അപ്പോൾ എനിക്ക് പുറമൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുക, ക്രാംസ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ലാഡർ യൂസ് ചെയ്യാം. ഓക്കെ, ഉയരങ്ങളിൽ പോകാം.
ആരെങ്കിലും എന്തോ ഞാൻ ഇതോടെ ക്ഷീണിച്ചു. എന്നതാണ് ഇവരുടെ കളി ഏറ്റവും വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ തുറക്കാതെ വിറ്റ് പോയുള്ളൂ. ഗ്ലൗസ് ഇട്ടാ മതിയായിരുന്നു. ഷെറ്റ് ഇനി എനിക്ക് ഇറങ്ങാൻ വയ്യ. ഈ കറുത്തപ്പാട് അങ്ങനെ പോകൂല. മമ്മി എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ മമ്മന്റെ മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ ഇതെന്ത് വട്ടാണ് ഇവിടെ നിടുമ്പോ അവിടെ നിന്ന് പോകുന്നു. ഭയങ്കര കഷ്ടപ്പെടുത്തിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ. എന്തൊരു പാടാ. ഇന്ന് ജിമ്മില്ലാന്നും പറഞ്ഞ് ഇത് തന്നെ എന്റെ വർക്കൗട്ട് ആക്കി വെച്ചു. ബട്ട് ഇനി നീയും കട്ടൻ ചുമക്കും. ഇത് മാത്രമല്ല ചുമക്കണം. ഇത് ചുമതൊന്ന് പതുക്കെ വളഞ്ഞു തുടങ്ങി. Home cleaning is not a joke, guys. Not a joke. Especially പൊഴിഞ്ഞ ചൂട് not at all a joke. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി ഞാൻ കൊല്ലത്തിൽ ഒരിക്കൽ 4 months തണുപ്പുണ്ടാവില്ല. അപ്പോഴും വീട് ക്ലീൻ ആക്കും. ഇതെല്ലാം തവണ ഞാൻ പറയും ഗൈസ്. കൊല്ലം 2 ഒരു തട്ട് കിട്ടി ഇവിടെ. എൻ്റെ ഭഗവതിയേ. ഓക്കെ, അപ്പം മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ ബെഡ് വൈപ്സ് ഇല്ല, അത് യൂസ് ചെയ്തിട്ട് മമ്മി ബെഡ്റൂമിൻ്റെ ഇതുപോലത്തെ അവസ്ഥയിൽ നന്നായിട്ട് ചെയ്ത് ഈ റോഡില്ല അത് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതന്നെ സെയിം യൂസ് ചെയ്യാൻ പോകണ്ട. മമ്മി കാണണ്ട ഗൈസ്, ബഹളം വെക്കും. ആരും പിടിക്കാണ്ട് എന്തിനാ സ്റ്റെപ്പ് ഇട്ട് കഴിക്കുന്നത്. മമ്മിയോട് ആൾ പറയാനാണ് വളരെ എക്സ്ട്രീം ഇൻഡിപെൻഡന്റ് മോള്. മൈ ഗോഡ്, ലുക്ക് അറ്റ് ദിസ് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോഴുണ്ടോ? നീ എന്ത് ചെയ്യണം? നീ ഇങ്ങനെ പൊടി കളക്ട് ചെയ്ത് വെക്കണം. ഓക്കെ, കൊല്ലം 2 പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, ആ പാക്കറ്റ് ഇവിടെ വെച്ചാൽ മതി. ഇതുപോലെ ഇനി എന്തോരം വൈബ്സ് നമ്മൾ നിരത്തണം. ഇവിടുന്ന് വീട് കാണാൻ നല്ല രസം വെച്ച് ഗൈസ്. ഐ ലൈക്ക് ഇറ്റ്. എന്തൊരു പൊടി വീട്ടിൽ മുഴുവൻ. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യാം. ഓ, ഇങ്ങനെ ചെയ്യുമ്പോ ഒന്നുകൂടെ നല്ലോണം പോണം കേട്ടാ. വേഗം പോണുണ്ട്. ആർക്കെങ്കിലും അനസ്തേഷ്യ വേണോ? നമ്മുടെ വീട്ടിലെ എത്ര ഭാഗങ്ങളാണ് കാണാപ്പെടാണ്ട് ആയി പോണത്. എന്തോരം പൊടിയ. എങ്ങനെ ഓരോ കോർണറും. ഓ മൈ ഗോഡ്, ട്യൂബ്ലൈറ്റിന്റെ മോളിൽ നോക്കി. ഞാൻ പഴഞ്ഞില്ല. എങ്ങനെയാണല്ലേ? ഞാൻ ആലോചിക്കുക ഇനി ഫുൾ ടൈം ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണം. എന്തെങ്കിലും എന്റെ വീട് കംപ്ലീറ്റ്ലി ക്ലീൻ ആകുമായിരുന്നു. എനിക്ക് കുറച്ചും കൂടെ മമ്മിയും പപ്പയുടെ ട്രെയിനിങ് എടുക്കാനുണ്ട്. ചിലതിങ്ങനെ പോടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിങ്ങനെ കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പൊ അതൊന്ന് കുതിരുമല്ലോ. എവിടെ എന്നിട്ടും കണക്ക് അങ്ങനെ ഒന്നും പോണില്ല. ഇങ്ങനെ തിരുമി എന്റെ ഉള്ള എനർജി കാലത്തെ ഇത് പോകും. To all my വീട്ടമ്മസ്, never ever do anything for free. Charge. നിങ്ങൾ എന്ത് ചെയ്താലും അതിനുവേണ്ടി ചാർജ് ചെയ്യാൻ തുടങ്ങും. ഒരു കട്ടൻ റോഡ് ക്ലീൻ ആക്കിയപ്പോ എന്റെ ഉപ്പാട് ഇറങ്ങിയപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയ ഫുൾ വീട് ക്ലീൻ ആക്കണമെന്ന അവസ്ഥ. പക്ഷെ വീടും ഫാമിലി എല്ലാം കൂടെ. എനിക്ക് ഇവിടെ നിന്ന് എന്റെ കാര്യം നോക്കിയാൽ മതി. ബട്ട് കുറച്ച് ഇത് പോണില്ല കേട്ടോ. ഞാൻ എത്ര നോക്കിയിട്ട് എന്റെ എനർജി കളയുന്നുണ്ടെന്നല്ല. ഇത് കണ്ടതേ ഇവിടെ. ഇത് പോണില്ല. അപ്പൊ ഇത് നമ്മൾ എന്തെങ്കിലും മറച്ചു വെക്കും. കാണൂല. ഇത് മതി. ഡണ്ണില്ല. നമുക്ക് ഞാൻ അപ്പുറത്ത് പോകണം. അന്ന് ഫാൻ ഇടാൻ പറ്റില്ല. എനിക്ക് ഹൈറ്റ് കൂടുതലല്ലേ. ഓ, എന്റെ ഫാൻ അവിടെ എനിക്ക് ഇടായിരുന്നു. ചൂടെടുത്തിട്ട് ഇട്ടിട്ട് കാര്യമുണ്ട്. എനിക്ക് ഈ ലെവലിൽ കാറ്റ് കിട്ടുമോ? നോ. പോയല്ലോ. കണ്ടോ കൈസ്, എന്താ ഇത്? കുറച്ച് ബെൽറ്റാവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? കുറച്ച് ബെൽറ്റാവും. 1 2 3 4 5 6. ഞാനിത് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഫുൾ വൈപ്പ് ആവണം പ്ലീസ്. അതാണ് എന്റെ ഉന്നം. ഓക്കെ, ലെറ്റ്സ് സീ. അങ്ങനെ ആയില്ല. ബസ് ഇതുമ്മ കുറച്ചിങ്ങനെ പിടിച്ചു വന്നു. അല്ലാണ്ട് എന്നെ ഒരുപാട് പിടിച്ചിട്ട് ഓക്കെ ക്ലീൻ ആയില്ലേ? അല്ല പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടാവണം. എന്നെ അറ്റാച്ച്മെന്റ് റോഡിൽ കുറച്ച് ഇങ്ങനെ പിടിച്ചു നിൽപ്പുണ്ട്. മമ്മി കാണുന്നുണ്ടോ? പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ടോ മമ്മി? ഞാൻ പാടുപെടുന്നേക്കാൻ മമ്മിക്ക് എന്തൊരു ഇഷ്ടമായി. മമ്മിക്കറിയാം ആ സമയത്തൊക്കെ ഞാൻ ഓരോ നിമിഷം മമ്മിയുടെ വില ഇച്ചിരി എക്സ്ട്രാ മനസ്സിലാക്കുന്നുണ്ട്. അധികം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മണം എന്നിട്ട് നല്ല റിഫ്രഷിങ് മണം. അതുകൊണ്ട് എനിക്ക് ആ ഡെർമിക്കൂൾ ഉണ്ടാവില്ലേ, ठंडा ठंडा कूल कूल नवरत्न അതിന്റെ ഒക്കെ ഒരു മണം. അപ്പൊ ആ ഒരു റിഫ്രഷ്മെന്റ് വരുന്നുണ്ട്.
എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ഗൈസ് ചൂടിനെ നെഗ്ലക്ട് ചെയ്യാൻ. എന്നെ തന്നെ പറ്റിക്കുന്നു ഞാൻ. എന്തായാലും ഞാൻ പിഴഞ്ഞു കയറി. അപ്പൊ ഇത് ഫുൾ ക്ലീൻ ആക്കും. ബിക്കോസ് ഇനി ഇത് നമ്മൾ 2 കൊല്ലം കഴിഞ്ഞേ നോക്കുള്ളൂ. ഇല്ല ഗൈസ്, ഇനി നമ്മൾ സ്ഥിരം ചെയ്യും. ഓ മൈ ഗോഡ്, എട്ടുകാലി യു കാൻറ്റ് കം. വേറെ എത്ര സ്ഥലങ്ങളുണ്ട്, ഈ ഇടം കിട്ടിയുള്ളൂ. ആക്ച്വലി ഇപ്പഴാണ് മനസ്സിലായ ഗൈസ് എന്റെ വീട് എന്താണ്. ഓ മൈ ഗോഡ്, I'm in love. ഞാൻ വീണ്ടും fall in love ആയി. ഇവിടെ നിന്ന് നല്ലോണം മാറാമ്പിലും കാണാനുണ്ട് കേട്ടോ. മാറാമ്പിലും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പാറ്റയുടെ ഈ മുട്ടയൊക്കെ അതും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഈ ലെവൽ ക്ലീനിങ്ങും കൂടെ ചെയ്യണം നമ്മളല്ലേ. ബൈ മിസ്റ്റേക്ക് പോലും ഇവിടെ കൈ നോക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ കൈന്റെ പ്രിന്റ് വരും. ആൻഡ് അത് ക്ലീൻ ആക്കാൻ പറ്റില്ല. അതിന്റെ ഉള്ളിൽ പെയിന്റ് അല്ലേ ഉണ്ട്. അതുകൊണ്ട് പുതിയത് ഇൻവെന്റ് ചെയ്തുകൊണ്ട് വരല്ലേ. ഒരാഴ്ച കൊണ്ട് തുടച്ച് തീർക്കാൻ നോക്കുമ്പോൾ പുതിയതായിട്ട് വരാൻ നോക്കുന്നു. അപ്പൊ നമുക്ക് വേറെ വിൻഡോ ഒന്ന് ക്ലീൻ ആക്കാം. Look at my Calcutta collection and Nalni body. But clean eye looks so good. ഇനി നമുക്ക് വേറെ വിൻഡോ ക്ലീൻ ചെയ്യാം. ഓ മൈ ഗോഡ്. ഇതില്ലത് ഈ ഒരു കോളിൻ എന്ന് പറഞ്ഞ സാധനമില്ല. യെസ്, അത് ഞാൻ പുതിയത് മേടിച്ചു. മറ്റേ തീർന്നു പോയി. ഓക്കെ, അപ്പൊ ഇത് ഞാൻ അടിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ വൈപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡ്രൈ തുണി വെച്ച് ചെയ്തത് കേട്ടോ. ഇതിന്റെ സ്പ്രേ മോഡ് ഉണ്ട്, നമുക്ക് അത് വയ്ക്കാം. സ്ട്രീം മോഡ് ഉണ്ട്. ഇങ്ങനെ പുസ് പുസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷാർപ്പായിട്ട് ഒറ്റ മോനായിട്ട് ഇങ്ങനെ പോകും. ബട്ടോ നമുക്ക് വേണ്ടതാണ് സ്പ്രേ. ഫുൾ അടിക്കണ്ട, ഇങ്ങനെ റാൻഡംലി ജസ്റ്റ് അടിച്ചു കൊടുത്താണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യണത്. പറയണതൊന്നും എക്സ്പീരിയൻസ്. പുറത്ത് മാത്രമേ പൊടിയുള്ളൂ എന്ന് വിചാരിക്കും. ക്ലീൻ ആക്കിയിട്ട് നോക്കാം. അല്ലെങ്കിൽ പിന്നെ അകഭാഗവും കൂടെ ഗ്ലാസിന്റെ ക്ലീൻ ആക്കേണ്ടി വരും. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ബട്ട് ക്ലീൻ ആക്കാൻ പറ്റും. ഓക്കെ, പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നോ, അകത്തുണ്ട്. എന്നാ അകത്തല്ല, ഇത് ആക്ച്വലി ഇവിടത്തെ ഈ പെയിന്റിന്റെ ഒരു ബ്രഷ് ആരോ ഇങ്ങനെ തോണ്ടി വെച്ചിട്ടുണ്ട്. എനിക്കെന്തോ തോന്നണില്ല കേട്ടോ ഈ തുണി അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത് ഇത് തുടയ്ക്കാൻ. ചില സമയത്ത് 2 വിൻഡോ തമ്മിൽ ഇങ്ങനെ സ്റ്റക്കാവും. ഇനി ഇവര് 2 പേരും ഒരുമിച്ച് എന്താ നിങ്ങൾ തമ്മിൽ സത്യം പറഞ്ഞു അത് എന്നോട് ഒളിപ്പിക്കാൻ പറഞ്ഞേക്കാൻ. നോക്കത്തോ പിശുക്ക് കാണിക്കേണ്ട കേട്ടോ. ഞാൻ കൂടുതൽ അടിച്ചപ്പോ നല്ലോണം ക്ലീൻ ആവണം. നിങ്ങളുടെ അകത്തും കൂടെ ഒന്ന് തുടച്ചത്. എവിടെയല്ലേ കട്ടൻ ഇടേണ്ടത്. ഞാനിപ്പോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ ശരി, നെക്സ്റ്റ് വ്ളോഗ് വെച്ച് നമുക്ക് വേഗം തന്നെ കാണാം. അടുത്ത കൊല്ലം. ജസ്റ്റ് കിഡിങ്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യോ. ബൈ.